നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 70 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 71ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. ഗോപസ്ത്രീകൾ മറഞ്ഞുപോയ തിരുമൈ കണ്ടിട്ടു കൗതൂഹലാൽ മാറത്തും മുലമേലുമാസ്യ കമലം തന്മേലുമാശ്ലേഷിതം ശ്രീമൽ ചേവടി മുവ്വടിക്കു ഭുവനം വെന്നീടുമോജസ്സൊടെ ചേതസ്സിങ്കലുദിപ്പതിന്നു സുഹൃതം പോരാഞ്ഞിരന്നീടിനേൻ. ഇവിടെ ഗോപസ്ത്രീകൾ മറഞ്ഞുപോയ തിരുമൈ കണ്ടിട്ടു കൗതൂഹലാൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നോടുകൂടി മാത്രമാണ് രമിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഓരോ ഗോപികമാർക്കും ഉണ്ടായി. അങ്ങനെ ഒരു അഹങ്കാരം മനസ്സിൽ തോന്നി. ആ ഗർവം ശമിപ്പിക്കാനായിട്ട് കൃഷ്ണൻ അവിടുന്ന് അവരുടെ മുന്നിൽ നിന്ന് തിരോധാനം ചെയ്തു. അതായത് മറഞ്ഞു നിന്നു. അതാണ് ആ ശ്ലോകത്തിൽ മറഞ്ഞുപോയ തിരുമൈ. ആ മറഞ്ഞു നിന്ന ആ കൃഷ്ണന്റെ രൂപം അത് മനസ്സിൽ ഓർത്തുകൊണ്ട് കൃഷ്ണനെ അന്വേഷിച്ച് വിലപിച്ച് വൃന്ദാവനത്തിലെ ആ വനത്തിലൂടെ അതുപോലെ കാളിന്തി തീരത്തുകൂടെയൊക്കെ നടന്നു തുടങ്ങി. എല്ലാവരും തുല്യ ദുഃഖിതരായിരുന്നു. എല്ലാവരും കൂടി ഓരോ മരച്ചുവട്ടിലും വള്ളിക്കുടിലും ഒക്കെ കൃഷ്ണനെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ തുല്യ ദുഃഖിതരായ ആ ഗോപസ്ത്രീകള് കാളിന്തി തീരത്തിരുന്ന് അന്യോന്യം തങ്ങൾക്കുണ്ടായ കൃഷ്ണാനുഭവത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വർണ്ണിച്ച് മനോരമണനായ കൃഷ്ണന്റെ വേർപാടിൽ നിരാശരായി മനസ്സിലെ ആ അഹങ്കാരത്തിന് ശമനം വന്ന സമയത്ത് ചുണ്ടിൽ ചെറിയ ഒരു ചിരിയുമായി ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ആ നിലാവിൽ കൃഷ്ണൻ അവർക്ക് മുന്നിൽ വീണ്ടും പ്രത്യക്ഷാവുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞ കൗതൂഹലാൽ. സന്തോഷത്തോടുകൂടി ആ കൃഷ്ണനെ വീണ്ടും കണ്ട ആ സന്തോഷാധിക്യത്താൽ പ്രേമപാരവശ്യത്തോടെ സന്തോഷത്താൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതി കർത്തവ്യാമൂഢകളായ ആ ഗോപസ്ത്രീകൾ നാനാവിധത്തിൽ ആലിംഗനം ചെയ്യപ്പെട്ട, അതാണ് ആ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത്, മാറത്തും മുലമേലും ആസ്യകമലം തന്മേലും ആശ്ലേഷിതം എന്ന്. ഇങ്ങനെ ഗോപസ്ത്രീകളാൽ നാനാവിധത്തിൽ ആലിംഗനം ചെയ്യപ്പെട്ട അങ്ങയുടെ ആ പാദകമലങ്ങൾ, ആ പാദകമലങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നാണ് അടുത്ത വരിയില്. ശ്രീമൽ ചേവടി മൂവടിക്കു ഭുവനം വെന്നീടും. ഭഗവാനായിട്ടുള്ള കൃഷ്ണൻ മുൻപ് ത്രിവിക്രമരൂപം സ്വീകരിക്കുന്നുണ്ടായി. അതായത് വാമനാവതാര സമയത്ത് ത്രിഭുവനങ്ങളെയും 3 ലോകത്തെയും 3 കാൽച്ചുവടിനാൽ അളന്നെടുത്തു. എന്നിട്ട് തൻ്റെ ഭക്തനായിട്ടുള്ള മഹാബലിയുടെ ഗർവം ശമിപ്പിച്ച് അനുഗ്രഹിക്കുകയും ഇന്ദ്രന് സ്വർഗലോകം തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ത്രിഭുവനങ്ങളെയും തൻ്റെ 3 കാൽച്ചുവടുകൊണ്ട് അളന്ന ആ ഭഗവാന്റെ പാദകമലങ്ങൾ ഓജസ്സോടെ തെളിവോടെ ചേതസ്സിങ്കൽ ഉദിപ്പതിന്നു, ചേതസ് മനസ്സിൽ തോന്നാനായിട്ട്, ഉദിപ്പാൻ എന്ന് വെച്ചാൽ തോന്നുന്നതിന്, സുഹൃതം പോരാഞ്ഞിരന്നീടിനേൻ, അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ മനസ്സിൽ ഉദിക്കാൻ തക്കവണ്ണമുള്ള സുഹൃതം അല്ലെങ്കിൽ പുണ്യം ഞാൻ ചെയ്തിട്ടില്ല. അതിനായിട്ട് ഞാൻ അങ്ങയോട് ഇരക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ആ തൃപ്പാദങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നാൻ വേണ്ടിയിട്ട്, മനസ്സിൽ ഉദിക്കാൻ വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വട്ടപ്പോ
കൊങ്കമൊട്ടും തടവി മുരഹരൻ മെല്ലെ വട്ടക്കളിക്കായി മട്ടോലും വാണിമാർ തന്നിടയിൽ മരതകം പോലെ ചേർന്നും വിളങ്ങി. വാട്ടം തട്ടാതെ താളം തരിവള കടകം നോപുരത്തോടിണങ്ങി. പുഷ്ടാനന്ദേന നിൽക്കും മുഴുമതി അതിലാം മാറുഗീതങ്ങൾ പൊങ്ങി. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ ഭക്തകളായിട്ടുള്ള ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് തൻ്റെ അവതാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാസക്രീഡയ്ക്ക് ഒരുങ്ങി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആകാശത്ത് നിന്നും ദേവന്മാര് ജയ ജയ കൃഷ്ണ കൃഷ്ണ ജയ ജയ എന്നൊക്കെ സ്തുതിച്ചു എന്നാണ് ഭാഗവതത്തിലൊക്കെ പറയുന്നത്. കൃഷ്ണൻ തൻ്റെ പീലിത്തിരുമുടി മുറുക്കി കെട്ടി ആ മഞ്ഞപ്പട്ട് ഒന്നുകൂടി മുറുക്കി ഉടുത്ത് കൈവളകളും കാൽച്ചിലമ്പുകളും ഊരി വീഴാത്ത വിധം ഉറപ്പിച്ചു കെട്ടി ഓടക്കുഴൽ തൻ്റെ അരക്കെട്ടിൽ തിരുകി രാസക്രീഡയ്ക്കായി തയ്യാറെടുത്തു. അതേസമയം ഗോപികമാരും തങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭംഗിയായി അലങ്കരിച്ചു. ഒരു ഗോപസ്ത്രീക്ക് ഒരു കൃഷ്ണൻ എന്ന വിധത്തിൽ വട്ടത്തിൽ ഈ രണ്ടു പേരായി നിന്നുകൊണ്ട് രാസക്രീഡ ആരംഭിച്ചു. ഗോപികമാരുടെ ആ ഗാനത്തിന് അനുസരിച്ച് കൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരുന്നു. ആ സംഗീതത്തിൻ്റെ മാധുര്യം അവിടമാകെ നിറഞ്ഞു നിന്നു. പിന്നെ പതുക്കെ പതുക്കെ നൃത്തം ആരംഭിച്ചു. കൃഷ്ണൻ എത്ര ഗോപികമാരുണ്ടോ അത്രയും സ്വരൂപം സ്വീകരിച്ച് ക്രീഡാമഹോത്സവമാടി. ഓരോ ഗോപസ്ത്രീക്കും തൻ്റെ കൂടെ രാസക്രീഡയാടുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റു ഗോപികമാരുടെ കൂടെ നൃത്തമാടുന്ന കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അത്രേ. അപ്പോ കൃഷ്ണൻ തൻ്റെ കൂടെ മാത്രമേ രാസക്രീഡയാടിയിട്ടുള്ളൂ എന്ന് ഓരോ ഗോപസ്ത്രീയും വിചാരിച്ച് ആത്മാനന്ദത്തിൽ ആറാടിയത്രേ. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ വട്ടപ്പോർ കൊങ്കമൊട്ടും തടവി മുരഹരൻ. മാറു നിറഞ്ഞു നിൽക്കുന്ന വൃത്താകൃതിയുള്ള ആ കൊങ്കകൾ തഴുകി വിരഹതാപത്തെ ആശ്വസിപ്പിച്ച ആ മുരഹരൻ. മുരാസുരനെ വധിച്ചവനാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് മുരഹരൻ എന്ന് പറയുന്നത്. വട്ടക്കളിക്കായി മട്ടോലും വാണിമാർ തന്നിടയിൽ മരതകം പോലെ ചേർന്നും വിളങ്ങി. മുരഹരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ വട്ടത്തില് കൈകൾ കോർത്തു നിന്ന് കളിക്കാനുള്ള ആ ക്രമത്തിൽ, അതാണ് വട്ടക്കളിക്കായി. ആ രാസമണ്ഡല നൃത്തം അതിനായി തയ്യാറെടുത്ത് മരതകം പോലെ ചേർന്നും വിളങ്ങി. രണ്ട് ഗോപസ്ത്രീകളുടെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്ന രീതിയിലാണല്ലോ നിൽക്കുന്നത്. അത് കണ്ടാൽ രണ്ട് സ്വർണമണികളുടെ ഇടയിൽ ഒരു മരതകക്കല്ല് എന്ന പോലെ കൃഷ്ണൻ ആ ഗോപസ്ത്രീകളുടെ ഇടയിൽ വിളങ്ങി ശോഭിച്ചു നിന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെയോ വാട്ടം തട്ടാതെ താളം തരിവള കടകം നോപുരത്തോടിണങ്ങി. ഇവിടെ തരിവള, കടകം, നോപുരം ഇതിൻ്റെ ശബ്ദങ്ങളോടൊക്കെ ഇണങ്ങി ചേർന്നിട്ടുള്ള, തരിവള എന്ന് പറഞ്ഞാൽ കിലിങ്ങി ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളില് തരികൾ ഇട്ടിരിക്കുന്ന വള, പിന്നെ നല്ല കടകം, സ്വർണത്തിൻ്റെ കടകം, ഇതിൻ്റെയൊക്കെ ആ ധ്വനി ശബ്ദം നോപുരത്തോടിണങ്ങി. നോപുരം എന്ന് വെച്ചാൽ കാൽച്ചിലമ്പ്, അതിൻ്റെ ശബ്ദത്തോടു കൂടി ഇണങ്ങി. ഇതിൻ്റെയൊക്കെ ശബ്ദം കളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. കൈകളുടെ തരിവള, കടകം, പിന്നെ കാലിലെ ചിലമ്പ്, ഇതിൻ്റെയൊക്കെ ശബ്ദത്തോടു കൂടിയിട്ട് ഇണങ്ങി ചേർന്നിട്ടാണ് ഈ പാട്ടും നൃത്തമൊക്കെ നടക്കുന്നത്. പിന്നെ നാലാമത്തെ വരി പുഷ്ടാനന്ദേന നിൽക്കും മുഴുമതി അതിലാമാറു ഗീതങ്ങൾ പൊങ്ങി. മുഴുമതി അതിൽ, ആ പൂർണ്ണ നിലാവില് വാട്ടം തട്ടാതെ ഒട്ടും ക്ഷീണിക്കാതെ പുഷ്ടാനന്ദേന നിൽക്കുമമ്മാറ്, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ കൃഷ്ണനിൽ നിന്ന് ഗീതങ്ങൾ പൊങ്ങി. ആ നിലാവിൽ ആകാശത്ത് നിൽക്കുന്ന ഗന്ധർവാദികളിൽ നിന്നാണോ കൃഷ്ണന്റെ മുഖത്തു നിന്നാണോ അറിയില്ല, ആ പരിസരം മുഴുവനും ഗീതങ്ങളെ കൊണ്ട് മുഖരിതമായി. അതായത്
കൃഷ്ണനാണോ ചന്ദ്രൻ എന്നറിയില്ല, കൃഷ്ണന്റെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്ന് എന്ന പോലെ, അതോ ആകാശത്ത് ആ പൂർണ്ണ നിലാവിൽ നിൽക്കുന്ന ഗന്ധർവന്മാരിൽ നിന്നാണോ എന്നറിയില്ല. അവിടെ മുഴുവൻ ആ ഗാനമാധുര്യം നിറഞ്ഞു. ഭഗവാന്റെ ആ രാസക്രീഡ കാണാൻ എല്ലാ ജ്യോതിർഗോളങ്ങളും ആകാശത്തിൽ അങ്ങനെ നിശ്ചലമായി നിന്നു എന്നാണ് പറയുന്നത്. പാലാഴിയില് അനന്തശായിയായിരിക്കുന്ന മഹാവിഷ്ണു പോലും ഈ രാസക്രീഡയുടെ സമയത്ത് ഉണർന്ന് തന്നിൽ തന്നെയുള്ള ആ കൃഷ്ണമായയുടെ വൈഭവം എന്ന് ആശ്ചര്യപ്പെട്ടു അത്രേ. ഭഗവാന്റെ ഈ രാസക്രീഡ പ്രേമഭക്തിയുടെ ഒരു ബാഹ്യപ്രകടനം മാത്രമായിരുന്നു. ഭഗവാനെ ഏത് രൂപത്തിലാണ് കാണണം എന്ന് ആ ഗോപസ്ത്രീകൾ ആഗ്രഹിച്ചുവോ ആ രൂപത്തിൽ അദ്ദേഹം അവരുമായി ചേർന്ന് അവരെ ആനന്ദിപ്പിച്ചു. അതാണ് ഓരോ ഗോപസ്ത്രീയുടെ മുന്നിലും ഓരോ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. അതുമൂലം അവരിൽ ഉണ്ടായിരുന്ന ആ ഒരു മോഹാസക്തി നശിച്ച് അവര് കൂടുതൽ ഭക്തിയുള്ളവരായി തീർന്നു. ആ വൃന്ദാവന സുന്ദരന്റെ ആ ഭംഗിയുള്ള രൂപം കണ്ടിട്ട് ഗോപസ്ത്രീകൾ മാത്രമല്ല, ബ്രഹ്മാവും ശിവനും ദേവന്മാരും അഷ്ടവസുക്കളും നാരദാദി മുനികളും, എന്തിന് ജ്യേഷ്ഠനായ ബലരാമൻ പോലും മോഹിച്ചവരാണത്രേ. പ്രേമ ഭക്തി കൊണ്ട് തന്നെ മനസ്സിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകൾക്ക് തൻ്റെ ആ പ്രഭാവം കാണിച്ച് അവരിൽ ആത്മതത്വ ബോധമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ബാക്കി ശ്ലോകങ്ങൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ